അപ്പൊ അനു ഏറ്റവും ഫസ്റ്റ് ആര്യനോട് അനുവിന് ക്രഷ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഓൾറെഡി നമ്മൾ തമാശക്ക് ഇങ്ങനെ കളിയാക്കുമായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം പുറത്തിറങ്ങിയപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ നോക്കിയത് അനുവിന്റെ കാര്യം അങ്ങനെ പുറത്ത് വന്നില്ലേ, എന്തുകൊണ്ട് വന്നില്ല എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം അനു ആര്യനും തമ്മിൽ ഇഷ്ടമാണ് എടി, അവൻ എന്നെ നോക്കുന്നടി. അപ്പൊ ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ പോലും ഞാനാണ്, എനിക്കെപ്പോഴും സെന്ററിൽ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലായിടത്തും അങ്ങനെയാണ്, ഞാൻ അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ നടുക്കിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് അനു വന്നിരുന്നു. ഓക്കെ, അനു ഒരു ബ്ലൂ കളറിലെ ഡ്രസ്സാണ് ഇട്ടത്. ആര്യൻ ആ ബ്ലൂ ഇട്ട് തന്നെ എന്റെ അടുത്ത് വന്നിരിക്കാൻ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ രണ്ടുപേരും അടുത്താണ് ഇരിക്കുന്നത്. അപ്പോഴൊക്കെ നമ്മൾ കളിയാക്കുന്നുണ്ട്. അതൊന്നും പുറത്ത് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് പ്രവീൺ വന്നു. പ്രവീൺ വന്നപ്പോൾ ലവ് ട്രാക്ക് പിടിക്കാൻ അനു പ്രവീണിന്റെ അടുത്ത് വാഷ്റൂം ഏരിയയുടെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ റീ എൻട്രിക്ക് വന്നപ്പോഴും നമ്മുടെ മേക്കപ്പ് റൂമിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്, എടാ നമ്മൾ ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കിയതല്ലേടാ, പക്ഷെ നടന്നില്ലല്ലോടാ. ആ ഒരു സാധനം അനു പറയുന്നുണ്ട്. ആ പ്രവീണോടും അനുവിന് ഇത് തന്നെ ആയിരുന്നില്ലേ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അനീഷേട്ടനോട് അനു എന്തൊക്കെയാ കാണിച്ചത്, അതൊക്കെയാണ് ഞാൻ വഴക്കിൽ ചോദിച്ചത്. ഈ വഴക്കുണ്ടാക്കിയ സമയത്തൊക്കെ എനിക്ക് പറയാൻ കൃത്യമായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതായത് അനീഷിനെ ഓരോന്ന് പറഞ്ഞ് അനീഷേട്ടന്റെ മനസ്സ് അങ്ങനൊന്നും ആടുന്ന മനസ്സല്ലായിരുന്നു. ഞങ്ങളുടെ അനീഷേട്ടൻ അങ്ങനെ അല്ലായിരുന്നു. എന്നിട്ട് ആ മനുഷ്യനെ ലവ് യു എന്ന് പറഞ്ഞ് ഇച്ചായാന്ന് വിളിച്ച് എന്തൊക്കെയാണ് അനു അവിടെ കാണിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് അധികാരം ഇരിക്കുന്നു മറ്റുള്ള ഒരാളെ കുറ്റം പറയാനായിട്ട്? ഞാൻ അനുവിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അനു സൈലന്റ് ആയിപ്പോയി. അവിടെ അനു മിണ്ടിയില്ല. ആ സമയത്താണ് നമുക്ക് പൊളിയുന്നത്. അനു എന്തെങ്കിലും പറയുന്നപ്പോൾ അനു പറഞ്ഞു, ഇല്ല എനിക്ക് പറയാനൊന്നുമില്ല, ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം, പിന്നെ പറയാം എന്നൊക്കെയാണ് അനു പറയുന്നത്. മനസ്സിലായി.